Hello friends, Technique മലയാളത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു അഫോർഡബിൾ അല്ലെങ്കിൽ എൻട്രി ലെവൽ സീരീസിലെ ഒരു ലാപ്ടോപ്പാണ്. ഇൻഫിനിക്സിൻ്റെ ഇൻഫിനിക്സ് ഇൻബുക്ക് Y1 Plus എന്ന് പറഞ്ഞ ഒരു ലാപ്ടോപ്പാണ്. ഒരു 15.6 ഇഞ്ച് ലാപ്ടോപ്പാണ്, ലാർജ് ലാപ്ടോപ്പാണ്. പക്ഷേ ഇതിൻ്റെ വില വളരെ അഫോർഡബിൾ ആണ്. അറൗണ്ട് 30,000 റുപ്പീസ്, അതായത് 30,000 രൂപയ്ക്ക് താഴെയാണ് ഇതിൻ്റെ പ്രൈസിങ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളെല്ലാം തന്നെ നമ്മൾ വീഡിയോയിലൂടെ പറയുന്നതാണ്. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഈ കോവിഡ് വന്നതിന് ശേഷം ലാപ്ടോപ്പുകൾക്ക് വളരെയധികം ഡിമാൻഡ് കൂടി. ഇപ്പോൾ സ്റ്റുഡൻസ് ആണെങ്കിലും വർക്ക് ഫ്രം ഹോം ആണെങ്കിൽ എല്ലാവരും തന്നെ ലാപ്ടോപ്പിലേക്ക് മാറിയിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ഇപ്പോൾ മൾട്ടിപ്പിൾ ലാപ്ടോപ്സ് ഉള്ള സാഹചര്യം വരാൻ കാരണം കുട്ടികൾക്ക് ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവർക്കും തന്നെ ഒരു ലാപ്ടോപ്പ് വേണ്ടി വരുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ സ്റ്റുഡൻസിന് വേണ്ടി നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ലാപ്ടോപ്പാണ് ഈ ഇൻഫിനിക്സ് ഇൻബുക്ക് Y1 Plus. 30,000 രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടാവുന്ന നല്ലൊരു ഹാർഡ്വെയർ ആണ്. അതുപോലെ തന്നെ ഒരുപാട് നല്ല ഫീച്ചേഴ്സും ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇൻഫിനിക്സിൻ്റെ ഇൻബുക്ക് Y1 Plus. അപ്പോൾ ഇതിന് അൺബോക്സിംഗ് ഒന്നും ചെയ്യുന്നില്ല. ആകെ ഇതിനകത്ത് ബോക്സിനകത്ത് വരുന്നത് ചാർജറും ലാപ്ടോപ്പും മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ലാപ്ടോപ്പിൻ്റെ ബോക്സ് ഒന്നും കാണിക്കുന്നില്ല. പക്ഷേ നമ്മൾ ഡീറ്റെയിൽ ലാപ്ടോപ്പ് സ്പെസിഫിക്കേഷനും നമ്മുടെ എക്സ്പീരിയൻസും നമ്മൾ ഷെയർ ചെയ്യാം. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതേപോലെ തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ ഇൻഫിനിക്സ് ഇൻബുക്ക് Y1 Plus അതാണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ഇൻഫിനിക്സ് അവരുടെ ലാപ്ടോപ്പ് സീരീസ് തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് 3 years ആയി ഇന്ത്യയിൽ ലാപ്ടോപ്പ് സീരീസ് തുടങ്ങിയിട്ട്. അവർ മുമ്പ് നമ്മളൊരു ലാപ്ടോപ്പ് ഇവിടെ പരിചയപ്പെടുത്തേണ്ടായി. നല്ല ഒരു സീരീസ് ആയിരുന്നു. അത് വെറും 25,000 രൂപയ്ക്കായിരുന്നു. അന്ന് ഇന്ത്യയിലെ സെൽറോൺ പ്രോസസ്സറാണ് വരുന്നത്, ഒരു എൻട്രി ലെവൽ പ്രോസസ്സറായിരുന്നു അന്ന്. ഇന്ന് നമുക്ക് കിട്ടുന്നത് കോർ i3 10th Gen ആണ് ഇതിനകത്ത് വരുന്നത്. അപ്പം ഇതിൻ്റെ ബാക്കിയുള്ള ആസ്പെക്ട്സിലേക്ക് വരാം. അപ്പോൾ ഇതിൽ ഒന്ന് രണ്ട് ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട്സ് എന്താണെന്ന് വെച്ചാൽ ഇത് മെറ്റൽ ബോഡിയാണ്, അലുമിനിയം ബോഡിയാണ്. അതാണ് ഇതിൻ്റെ ഒരു പ്രീമിയം ആസ്പെക്റ്റ് പറയുകയാണെന്ന് വെച്ചാൽ നമുക്കിതൊന്ന് ഓരോരോ കാര്യങ്ങളായിട്ട് നോക്കാം നമുക്കിതിൻ്റെ. അപ്പോൾ ഇതാണ് ലാപ്ടോപ്പ്, നമ്മൾ കണ്ടില്ലേ, 15.6 ഇഞ്ചസ് ലാപ്ടോപ്പാണ് ഇൻഫിനിക്സ് ഇൻബുക്ക് Y1 Plus. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ ഡിസൈൻ നോക്കാം. അപ്പോൾ ഡിസൈൻ നോക്കുമ്പോൾ തന്നെ എനിക്ക് കാണാം വളരെ ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട് എന്ന് പറഞ്ഞാൽ ബഡ്ജറ്റ് ലാപ്ടോപ്പ് ആണെങ്കിൽ പോലും ഇതിൻ്റെ ബെസിൽസ് നോക്കി വളരെ മിനിമൽ ബെസിൽസ് ആണ്. 3 സൈഡിലും തന്നെ വളരെ മിനിമൽ ബെസിൽസ് ആണ്. നല്ലൊരു ആസ്പെക്റ്റ് അല്ലേ, കാരണം നമ്മൾ എപ്പോഴും തന്നെ ഒരു പ്രീമിയം ലാപ്ടോപ്പ് എടുക്കുമ്പോൾ കാണുന്ന അതേ ബെസൽ എക്സ്പീരിയൻസ് ആണ് നമുക്ക് കിട്ടുന്നത്. കാരണം ബഡ്ജറ്റിൽ വരുമ്പോൾ വലിയ ലാർജ് ബെസൽസ് ഒക്കെ കാണാറുണ്ട്. ഇപ്പോൾ അതെല്ലാം മാറി വരുന്ന സമയമാണ്. താഴെ മാത്രമേ ഒരു ബെസൽ, അവിടെ നമുക്ക് ഒരു എന്താ പറയുക നല്ലൊരു ഫിനിഷും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് കംപ്ലീറ്റ്ലി അലുമിനിയം ബോഡിയാണ്, അതുകൊണ്ട് തന്നെ നല്ലൊരു ഫിനിഷാണ് വരുന്നത്. ബാക്കിലും നല്ല അലുമിനിയം ബോഡി, ലാർജ് ടച്ച് പാഡ് ഉണ്ട്, ഫുൾ ഫ്ലെജ് കീബോർഡ് ഉണ്ട്. 15.6 ഇഞ്ച് ലാപ്ടോപ്പ് ആയതുകൊണ്ട് തന്നെ ഫുൾ ഫ്ലെജ് കീബോർഡ് എക്സ്പീരിയൻസ് ഉണ്ട്. പക്ഷേ നമ്പർ പാഡ് ഇവിടെ സൈഡിലില്ല കേട്ടോ, എങ്കിലും മുകളിൽ നമുക്ക് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഇന്ത്യയിൽ കോർ i3 ആണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ബാക്കിൽ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ കണ്ടില്ലേ ഒരു സ്റ്റൈലിഷ് പാറ്റേൺ ആണ്, നടുക്ക് കണ്ടോ ഇൻഫിനിക്സ് എഴുതിയത് ഒരു ബ്രഷ്ഡ് ഫിനിഷാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു സ്റ്റൈലിഷ് ലുക്കിംഗ് ആണെന്ന് പറയാം. ഇതിനകത്ത് എനിക്ക് തോന്നുന്നു 3 കളേഴ്സാണ് അവൈലബിൾ ആവുന്നത്, ഗ്രേ, സിൽവർ ആൻഡ് ബ്ലാക്ക്, അങ്ങനെ 3 കളേഴ്സാണ്. പിന്നെ 1.7 kilograms വെയിറ്റ് ഉള്ളൂ, വളരെ ലൈറ്റ് വെയിറ്റ് ലാപ്ടോപ്പാണ്. അതേപോലെ തന്നെ 18.7 mm തിക്നെസ്സേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്യാരി ചെയ്ത് കൊണ്ട് നടക്കുക. ഈവൻ 15.6 ഇഞ്ച് ലാപ്ടോപ്പ് ആണെങ്കിൽ പോലും വളരെ കോമ്പാക്റ്റും ലൈറ്റ് വെയിറ്റുമാണ്. 1.76 kilogram എന്ന് പറഞ്ഞാൽ ബഡ്ജറ്റ് സെഗ്മെൻറ്റ് എനിക്ക് തോന്നുന്നു നല്ല ഒരു ഡിസൈൻ ആസ്പെക്റ്റും കൂടി വേണമെങ്കിൽ പറയാം. കാരണം പൊതുവേ ബഡ്ജറ്റ് 15.6 ഇഞ്ചൊക്കെ വളരെ ഹെവി ആവാറുള്ളത്. അപ്പോൾ ഇവിടെ അങ്ങനത്തെ ആസ്പെക്ട്സ് ഒന്നുമില്ല. നല്ല ഒരു കോമ്പാക്റ്റ് മെറ്റീരിയൽ യൂസേജുമാണ്. അതേപോലെ നല്ലൊരു ഗുഡ് ലുക്കിംഗ് ലാപ്ടോപ്പ് എന്ന് പറയാം. പിന്നെ പോർട്സിലും തന്നെ ഒരു കോംപ്രമൈസും ഇല്ലാന്ന് വേണമെങ്കിൽ പറയാം. കാരണം നമുക്ക് ലെഫ്റ്റ് സൈഡിൽ കിട്ടുന്ന HDMI പോർട്ട്, അതേപോലെ USB 3.0 പോർട്ട്, ഒരു USB Type-C പോർട്ട്, Type-C ചാർജിങ് ഇതിനകത്ത് സപ്പോർട്ടഡ് ആണ്. പിന്നെ ഒരു LED ഇൻഡിക്കേറ്ററും കാണാം. ഇനി റൈറ്റ് സൈഡിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് കാണാം വീണ്ടും ഒരു USB 3.0 പോർട്ട്, 3.5 mm ഓഡിയോ ജാക്ക് ഉണ്ട്, അടുത്തൊരു USB Type-C പോർട്ടും ഉണ്ട്. പിന്നെ നമുക്ക് മൈക്രോ SD കാർഡ് സ്ലോട്ടാണ് വരുന്നത്. അപ്പോൾ ഇത്രയും തന്നെ നമുക്ക് പോർട്സ് ആൻഡ് കണക്ടിവിറ്റി ഇല്ല. അപ്പോൾ പോർട്സിലൊന്നും ഒരു കോംപ്രമൈസും ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ബഡ്ജറ്റ് ലാപ്ടോപ്പ് ആണെങ്കിൽ പോലും പോർട്സിലൊന്നും നമുക്ക് ഒരു കോംപ്രമൈസും തന്നെ കാണുന്നില്ല. നല്ല ഒരു എക്സ്പീരിയൻസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഇനി നമുക്ക് ഇതിന് ഡിസ്പ്ലേയിലോട്ട് പോകാം. അപ്പോൾ ഡിസ്പ്ലേ നമുക്ക് കിട്ടുന്നത് 15.6 ഇഞ്ചസ് ഫുൾ HD റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ്. നല്ലൊരു മാറ്റ് ഫിനിഷ് ഡിസ്പ്ലേ ആണ്, ഒരു ആൻറ്റി ഗ്ലെയർ പ്രൊട്ടക്ഷൻ കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ നല്ലൊരു മാറ്റ് ഡിസ്പ്ലേ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. എനിക്ക് നല്ല കളേഴ്സ് ഇഷ്ടപ്പെട്ടു. പിന്നെ നല്ലൊരു എന്താ പറയുക ബ്രൈറ്റ് ഡിസ്പ്ലേ ആണ്. അറൗണ്ട് 250 nits ഓഫ് പീക്ക് ബ്രൈറ്റ്നസ് ഉണ്ട്. അത് ലാപ്ടോപ്പുകളെ സംബന്ധിച്ച് ബഡ്ജറ്റ്, എസ്പെഷ്യലി ബഡ്ജറ്റ് ലാപ്ടോപ്പുകളെ വെച്ച് നോക്കുകയാണെങ്കിൽ നല്ല ഒരു ഡിസ്പ്ലേ ക്വാളിറ്റി
ക്വാളിറ്റിയാണ് നമുക്ക് ഡെഫിനറ്റ്ലി പറയാം. ഞാൻ അതിലൊരു മൂവിയൊക്കെ കണ്ടിട്ടും എനിക്ക് നല്ല ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. കാരണം നല്ല കളേഴ്സ് ഉണ്ട്, പഞ്ചി കളേഴ്സാണ്. അറൗണ്ട് 87% കളർ ഗ്യാമറ്റാണ് വരുന്നത്. അതും നല്ലതാണ്. കാരണം സാധാരണ ഈവൻ 40,000 രൂപയുടെ ലാപ്ടോപ്പിൽ വരെ 45% NTSCയൊക്കെയാണ് വരാറ്. ഇവിടെ കുറച്ചും കൂടി നല്ല കളർ റിപ്രൊഡക്ഷൻ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഡെഫിനറ്റ്ലി നല്ല ആസ്പെക്റ്റ് ആയിട്ട് പറയാം. പിന്നെ ഞാൻ പറയില്ല, ബെസലെസ് എക്സ്പീരിയൻസ് കൂടി ആവുകൊണ്ട് മൂവി വാച്ചിങ് ഒക്കെ നല്ല ഒരു ഫീച്ചറായിട്ട് ഇതിനെ വിശേഷിപ്പിക്കാവുന്ന കാര്യമാണ്. ഇപ്പോൾ സ്റ്റുഡൻസിൻ്റെ വർക്കാണെങ്കിലും മൂവി കാണാനാണെങ്കിലും എങ്ങനെയാണെങ്കിലും നമുക്കിപ്പോൾ റെഗുലർ ഓഫീസ് യൂസേജിന് വരെ യൂസ് ചെയ്യാവുന്ന ഒരു നല്ല ഡിസ്പ്ലേ ക്വാളിറ്റിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 87% sRGB വാല്യൂ ഉണ്ടായതുകൊണ്ട് തന്നെ നല്ല കളേഴ്സ് ഉണ്ട്. അതേപോലെ വ്യൂയിങ് ആംഗിൾസ് ആണെങ്കിൽ കുഴപ്പമില്ലാണ്ടില്ലേ, അത്യാവശ്യം ടിൽറ്റ് ചെയ്താലും വലിയ കുഴപ്പമില്ലാത്ത ഒരു വ്യൂയിങ് ആംഗിൾസാണ് കിട്ടുന്നത്. പൊതുവെ ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ അത്ര നല്ല ക്വാളിറ്റി വരാറില്ല. എന്തുകൊണ്ട് തന്നെ എനിക്കൊന്ന് ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ ഒരു മികച്ച ഡിസ്പ്ലേ എന്ന് പറയാം. 30,000 രൂപയ്ക്ക് താഴെ ഉള്ള ഒരു അടിപൊളി ഡിസ്പ്ലേ ആണ്. ഡെഫിനറ്റ്ലി നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാവുന്നതാണ്. ഇനി അടുത്തതിൻ്റെ പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ഇവിടെ കിട്ടുന്നത് ഇന്റലിലെ Core i3 10th ജനറൽ പ്രോസസ്സറാണ്. അപ്പോൾ പ്രോസസ്സറിൽ പ്രോബ്ലി നമുക്ക് പറയാം ലേറ്റസ്റ്റ് ജനറേഷൻ അല്ല. കാരണം നമുക്കിപ്പോൾ 12th ജനറേഷനാണ് നടക്കുന്നത്. അപ്പോൾ 12th ജനറേഷൻ അല്ല വരുന്നത്, 10th ജനറേഷനാണ്. 2 വർഷം ഓൾഡർ ജനറേഷനാണ്. എങ്കിലും തന്നെ 2 ജനറേഷൻ ഓൾഡർ ആണെങ്കിൽ സെലിറോൺ ഇപ്പോൾ സാധാരണ 30,000 രൂപയ്ക്ക് താഴെ ചിലപ്പോൾ സെലിറോണൊക്കെയാണ് വരാറ്, അല്ലെങ്കിൽ വളരെ ഓൾഡർ പ്രോസസ്സറാണ് വരാറ്. 10th ജെൻ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു കുഴപ്പമില്ലാത്ത ഒരു ബേസിക് എക്സ്പീരിയൻസിന് നല്ലൊരു പ്രോസസ്സറാണ്. കാരണം Core i3 ഇന്റൽ സെലിറോൺ പ്രോസസ്സറിനേക്കാൾ എന്തുകൊണ്ടും മികച്ചതാണ് Core i3 പ്രോസസ്സർ. പിന്നെ LPDDR4X റാമാണ് വരുന്നത്, 8 GB റാമാണ് മിനിമം വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ബേസിക് ടാസ്ക് ബ്രൗസിങ്ങും ഇമെയിലിങ്ങും അതേപോലെ മൂവി വാച്ചിങ്ങും അങ്ങനത്തെ എല്ലാം തന്നെ കവേർഡ് ആണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇഷ്യൂസ് ഒന്നും തന്നെ ഇല്ല. പിന്നെ ഇതിനകത്ത് സ്റ്റോറേജിൻ്റെ കാര്യം പറയുകയാണെങ്കിലും PCI 3.0 NVMe സ്റ്റോറേജ് ആണ് വരുന്നത്. 256 GB സ്റ്റോറേജും 512 GB SSD, രണ്ടും തന്നെ SSD ആണ്. വീണ്ടും ഞാൻ പറയാം, പല ഡിവൈസുകളിൽ ഇപ്പോഴും SSD വന്നിട്ടില്ല ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ. അപ്പോൾ അതും നല്ലൊരു ആസ്പെക്റ്റാണ്. നല്ല ഫാസ്റ്റ് സ്റ്റോറേജ് എക്സ്പീരിയൻസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പോൾ ഞാൻ ഈ ഡിവൈസ് ആക്ച്വലി ഒരു 3-4 ദിവസമായിട്ട് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്, അപ്പോൾ ഞാൻ എൻ്റെ വർക്ക് അതായത് ബ്രൗസിങ്, ഇമെയിലിംഗ്, ആർട്ടിക്കിൾ എഴുതുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ ഇതിനകത്ത് ചെയ്ത് നോക്കി. എനിക്ക് നല്ല സാറ്റിസ്ഫൈഡ് എക്സ്പീരിയൻസ് ആണ്. ഒരു എൻട്രി ലെവൽ ഡിവൈസ് എന്നുള്ള നിലയ്ക്ക് സ്റ്റുഡൻസിനൊക്കെ പറ്റിയ ഒരു ലാപ്ടോപ്പായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഇതിൻ്റെ കീബോർഡ് ഉണ്ടല്ലേ, ഇതിനകത്ത് കീബോർഡ് ബാക്ക്ലിറ്റ് കീബോർഡ് ഉണ്ട്. അതും നല്ലൊരു ഫീച്ചറാണ്. കാരണം പൊതുവെ ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ വീണ്ടും നമ്മൾ ബാക്ക്ലിറ്റ് കാണാറില്ല. ഉണ്ടെങ്കിൽ തന്നെ അതിന് ചില പരിമിതികളുണ്ടാകും. പക്ഷേ ഇവിടെ നമുക്കൊരു ഫുൾ ഫ്ലെജ് ബാക്ക്ലിറ്റ് കീബോർഡാണ് വരുന്നത്. ബാക്ക് ലൈറ്റിംഗ് അഡ്ജസ്റ്റും ചെയ്യാം, നമുക്ക് ബ്രൈറ്റ്നസ്സും അഡ്ജസ്റ്റ് ചെയ്യാം. അതുകൊണ്ട് തന്നെ ഇരുട്ടത്തിരുന്ന് എഴുതുകയാണെങ്കിൽ പോലും നല്ലൊരു ബ്രൈറ്റ്, പിന്നെ നല്ല ടാക്ടൈൽ ഫീഡ്ബാക്ക്, 1.5 mm കീ ട്രാവൽ ഉണ്ട്. അതുകൊണ്ട് ടൈപ്പിംഗ് ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു ഫീലാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് മിസ്റ്റേക്സ് ഒന്നും ഇല്ലാണ്ട് തന്നെ പോവാം. പിന്നെ ഇവിടെ AG ഗ്ലാസ് പ്രൊട്ടക്റ്റഡ് ആയ ഒരു ലാർജ് എന്താ പറയുക ട്രാക്ക് പാഡ് ഉണ്ട്. ട്രാക്ക് പാഡ് എക്സ്പീരിയൻസ് നല്ല സ്മൂത്തായിട്ട് എനിക്ക് തോന്നി. സാധാരണ ബഡ്ജറ്റിൽ വരുമ്പോൾ എന്താ വെച്ചാൽ അത്രയ്ക്ക് ഒരു സ്മൂത്ത്, നമ്മളൊരു ജെർക്കിങ് മാതിരി ഒരു എഫക്റ്റ് ഒക്കെ വരാറുണ്ട്. പക്ഷേ ഇവിടെ നല്ല സ്മൂത്തായിട്ട് എനിക്ക് തോന്നി. കുഴപ്പങ്ങളൊന്നുമില്ല. അത്ര പ്രീമിയം എക്സ്പീരിയൻസ് ഒന്നും എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. എങ്കിലും 30,000 രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടാവുന്ന നല്ല ഒരു ട്രാക്ക് പാഡ് എക്സ്പീരിയൻസ് ആണ് വരുന്നത്. പിന്നെ നമുക്ക് ഇവിടെ ഒരു വെബ് ക്യാം ഉണ്ട്, 2 MP ഫുൾ HD റെസൊല്യൂഷനിൽ നമുക്ക് എടുക്കാവുന്ന ഒരു വെബ് ക്യാം ഉണ്ട്. അപ്പോൾ മീറ്റിംഗ്സ് ഒക്കെ അറ്റൻഡ് ചെയ്യുകയാണെങ്കിലും നിങ്ങൾക്ക് അങ്ങനത്തെ പ്രോബ്ലംസ് ഒന്നും വരില്ല. ഒരു ഫുൾ HD വെബ് ക്യാമും ഇതിനകത്ത് സപ്പോർട്ട് ചെയ്തിരിക്കുന്നുണ്ട്. പിന്നെ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഉണ്ട്, 2 watt സ്റ്റീരിയോ സ്പീക്കേഴ്സും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് ആണെങ്കിൽ തന്നെ കുഴപ്പമില്ലാത്ത ഒരു നല്ല എക്സ്പീരിയൻസ് ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ ബേസിക് ആസ്പെക്റ്റ് പറയുന്നത്. പെർഫോമൻസിൽ എനിക്ക് കാര്യമായ ഇഷ്യൂസ് ഒന്നും തന്നെ നോട്ടീസ് ചെയ്തില്ല. ലാഗ് ഒന്നും ഉണ്ടായില്ല. ഞാൻ ക്രോമിൽ ഒരു 10-15 ടാബ് വരെ എടുത്ത് തുറന്നു നോക്കിയായിരുന്നു. എന്നിട്ടും ഒരു ലാഗോ അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും തന്നെ വന്നില്ല. അപ്പോൾ എന്താ പറയുക, അപ്പോൾ ഇതൊരു ഹെവി യൂസേജിന് ഒബ്വിയസ്ലി പറ്റുന്ന ഒരു ലാപ്ടോപ്പ് അല്ല. കാരണം ഇന്ത്യയിൽ Core i3ക്ക് പറ്റിയ ഒരു എക്സ്പീരിയൻസിലേ നമുക്ക് കിട്ടുള്ളൂ. അതിൽ വെച്ച് എനിക്ക് തോന്നുന്നത് നല്ല ഒരു എക്സ്പീരിയൻസ് ആണ്. കാരണം 8 GB റാമും SSDയും ഇതിനകത്ത് വരുന്നത്. ഞാൻ ടെസ്റ്റ് ചെയ്ത വേരിയൻറ്റ് 256 GB SSD ആണ്. പക്ഷേ നിങ്ങൾക്ക് വേണമെങ്കിൽ 512 GB SSDയും കൊടുക്കാം. എക്സ്പാൻഡും ചെയ്യാൻ വേണ്ടി തുറന്നിട്ട് നമുക്ക് റാം എക്സ്പാൻഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ സ്റ്റോറേജ് നമുക്ക് എക്സ്പാൻഡബിൾ ആണ്. അഡീഷണൽ വേണമെങ്കിൽ ഒരു 256 അല്ലെങ്കിൽ ഒരു 512 കൂടെ മേടിച്ച് വെക്കാവുന്നതാണ്. അത് നമുക്ക് ഇൻഫിനിക്സിൻ്റെ സർവീസ് സെൻറ്ററിൽ പോയി മാറ്റേണ്ടതാണ്. പിന്നെ ഈ ലാപ്ടോപ്പിൽ Wi-Fi 5 ഉണ്ട്, അതേപോലെ ബ്ലൂടൂത്ത് 5.1 സപ്പോർട്ടും ഉണ്ട്. വൈഫൈ കണക്ടിവിറ്റി ഇഷ്യൂസ് ഒന്നും തന്നെ ഞാൻ നോട്ടീസ് ചെയ്തില്ല. നല്ല രീതിയിൽ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഈ ലാപ്ടോപ്പിന് വേറെ പ്രത്യേകത ഇതിനകത്ത് 50 watt-hour ബാറ്ററിയാണ്. ഈ സെഗ്മെൻറ്റിൽ ഏറ്റവും ഹയസ്റ്റ് ബാറ്ററിയാണ് ഇതിനകത്ത് വരുന്നത്. സാധാരണ ഈ സെഗ്മെൻറ്റിൽ എനിക്കൊന്ന് 35, 37, 40 watt-hour ബാക്കിയുള്ള കോമ്പറ്റേറ്റീവ് ഡിവൈസ് ഡെല്ലും ലെനോവോ ഒക്കെ തരുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് 50 watt-hour ബാറ്ററി ഉണ്ട്. അത് വീഡിയോ കാണാൻ അപ് ടു 10 hours വരെ നിൽക്കുന്നതാണ് കമ്പനി പറയുന്നത്. 10 കിട്ടി
ഡീറ്റെയിലിംഗ് പ്രോബ്ലി ഒരു 8 ഒക്കെ കിട്ടും വീഡിയോ കാണുകയാണെങ്കിൽ. ബ്രൗസിംഗ് ആണെങ്കിൽ 6 to 7 മണിക്കൂർ. അപ്പോൾ നമുക്ക് പ്രോബ്ലി ഒരു 5 മണിക്കൂറൊക്കെ എക്സ്പെക്ട് ചെയ്യാം. ഞാൻ ഫുൾ ടെസ്റ്റിംഗ് ചെയ്തിട്ടില്ല, അത് കാരണം എനിക്ക് കോൺഫിഡൻ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. എങ്കിൽ ഇത് ഡേറ്റ കമ്പനി തന്ന ഡേറ്റ വെച്ചാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ 50 വാട്ട് അവർ എന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി ബെറ്റർ ആണ്. കാരണം നമുക്ക് 35-നേക്കാളൊക്കെ ബെറ്റർ ആയ ഒരു ബാറ്ററി ലൈഫ് കിട്ടുന്നുണ്ട്. സാധാരണ വരുന്ന ഈ സെഗ്മെൻറ്റിൽ 35 to 40 വാട്ട് അവർ ആണ് ഒരു സ്റ്റാൻഡേർഡ് ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ. ഇവിടെ നമുക്ക് 50 കിട്ടുന്നത്. അത് കൂടാണ്ട് തന്നെ നമുക്ക് 45 വാട്ട് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും ഉണ്ട്. അപ്പോൾ അതും ഒരു അഡ്വാൻറ്റേജ് ആണ്. കാരണം വെറും 1 മണിക്കൂറിനകത്ത് 75% ബാറ്ററി ചാർജ് ആവും. ഫാസ്റ്റ് ചാർജിങ് ഉണ്ട്. വളരെ ചെറിയൊരു അഡാപ്റ്ററാണ് കൊടുത്തിരിക്കുന്നത്. അതും നല്ലൊരു ആസ്പെക്റ്റ് ആണ്. കാരണം നമുക്ക് വലിയ ബൾക്കി ചാർജേഴ്സ് ഒന്നും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. വളരെ ചെറിയ ഒരു അഡാപ്റ്ററാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം അതും കൊണ്ട് തന്നെ വളരെ കോമ്പാക്റ്റ് ആണെന്ന് പറയാം. അപ്പോൾ ഇതായിരുന്നു ഇൻഫിനിക്സിൻ്റെ ഇൻബുക്ക് Y1 പ്ലസിൻ്റെ ഒരു ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ആണ്. നമ്മുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് നമ്മൾ ഷെയർ ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നല്ല മെറ്റീരിയൽ ബിൽഡാണ്, നല്ല മെറ്റൽ ചാസിയാണ് വരുന്നത്, അലുമിനിയം ചാസിയാണ്, നല്ല ഡിസ്പ്ലേ എക്സ്പീരിയൻസ് ആണ്, കുഴപ്പങ്ങളൊന്നും തന്നെ ഇല്ല. പിന്നെ ബാറ്ററി ലൈഫും അടിപൊളി ബാറ്ററി ലൈഫും, അതേപോലെ തന്നെ നിങ്ങൾക്ക് ഫാസ്റ്റ് ചാർജിങ് വരുന്നുണ്ട് എന്നുള്ള. പിന്നെ എല്ലാ പോർട്സിനും കണക്ടിവിറ്റി ഉണ്ട്. USB Type-C ചാർജിങ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ചാർജർ വെച്ച് ഫോണും ചാർജ് ചെയ്യാം, അല്ലെങ്കിൽ ഫോണിന് 45 വാട്ട് ചാർജർ ഉണ്ടെങ്കിൽ അത് വെച്ച് ഇത് ചാർജ് ചെയ്യാം. അപ്പോൾ അതും ഒരു അഡ്വാൻറ്റേജ് ആണ്. കാരണം ഒരു ചാർജർ കൊണ്ടുപോയാൽ മതി എന്നുള്ളതും കൂടിയും ഒരു അഡ്വാൻറ്റേജ് ആസ്പെക്റ്റ് ആണ്. പിന്നെ നല്ല ഡിസ്പ്ലേ ക്വാളിറ്റിയാണ്, നല്ല കളേഴ്സാണ്, 87% sRGB വാല്യൂ ഉണ്ട്, കീബോർഡാണ്, ഈ ബാക്ക് ലിറ്റ് ആണ്. എനിക്ക് കാര്യമായ പോരായ്മയൊന്നും തന്നെ ഇതിനകത്ത് തോന്നിയില്ല. ഇതിനകത്ത് Windows 11 ആണ് വരുന്നത്, ബേസിക് സോഫ്റ്റ്വെയർ ആണ്. പക്ഷേ നമുക്ക് അഡീഷണൽ ബണ്ടിൽ സോഫ്റ്റ്വെയർ ഒന്നും തന്നെ ഇല്ല. എങ്കിലും തന്നെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. കാര്യമായ ഒരു പോരായ്മയൊന്നും എനിക്കിതിന് പറയാനില്ല. എല്ലാം കൊണ്ടും നല്ലതായിട്ട് തോന്നുന്നു. കാരണം ഈ പ്രൈസ് കൂടെ നമ്മൾ നോക്കണം. 30,000 രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടാവുന്ന നല്ലൊരു മികച്ച ലാപ്ടോപ്പായിട്ടാണ് എനിക്കിതിനെ തോന്നിയത്. കൂടുതൽ ഞാൻ ടെസ്റ്റ് ചെയ്തിട്ട് റിവ്യൂ പോസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് പറയാം. പക്ഷേ ഇപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയി ടെസ്റ്റിംഗ് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് എനിക്ക് കാര്യമായ പ്രോബ്ലംസ് ഒന്നും തന്നെ ഉണ്ടായില്ല. പിന്നെ ഇൻഫിനിക്സിനെ കുറിച്ച് പറയുകയാണെന്ന് വെച്ചാൽ ഇൻഫിനിക്സിൻ്റെ ലാപ്ടോപ്പുകൾ ഇൻഫിനിക്സിൻ്റെ എല്ലാ സർവീസ് സെൻറ്ററിലും അവർ സർവീസ് ചെയ്യുന്നതാണ്. അത് നിങ്ങൾക്കൊരു കൺസേൺ ആണെങ്കിൽ ഇൻഫിനിക്സിൻ്റെ സർവീസ് സെൻറ്റർ ഓൾ ഓവർ ഇന്ത്യ ഉണ്ട്. അവിടെ എല്ലാത്തിലും തന്നെ ലാപ്ടോപ്പും സർവീസ് ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് കംപ്ലയിൻസോ പ്രോബ്ലംസോ വന്നാൽ തന്നെ നിങ്ങൾക്ക് ഈവൻ കേരളത്തിലാണെങ്കിൽ തന്നെ എല്ലായിടത്തും തന്നെ ഇൻഫിനിക്സിൻ്റെ സർവീസ് സെൻറ്റർ ഉണ്ട്. ഒട്ടുമിക്ക സിറ്റീസിലും അവൈലബിൾ ആണ്. അപ്പോൾ ഇതായിരുന്നു ഇൻഫിനിക്സ് ഇൻബുക്ക് Y1 പ്ലസിൻ്റെ ഒരു ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നായിരിക്കണം. ഇത് വാങ്ങാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പേസ്റ്റ് ചെയ്യാം. ഇതിൻ്റെ പ്രൈസിങ് എക്സാക്റ്റ്ലി എനിക്കറിയില്ല. പ്രോബ്ലി ഒരു 28, 29, 30 ആ റേഞ്ചിനുള്ളിലായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ പ്രൈസ് അനൗൺസ് ചെയ്യുമ്പോൾ തന്നെ ഞാൻ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നായിരിക്കണം. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.